അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടി അച്ഛൻ, വേദിയിൽ മുകളിലായിരിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ, മുൻ കൗൺസിൽ അംഗങ്ങൾ, ഈ സഭയുടെ എക്കോളജിക്കൽ കമ്മീഷന്റെ കേന്ദ്ര സെക്രട്ടറി ആയിരിക്കുന്ന മിഖായേൽ അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമായി, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിസ്ഥിതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും മനുഷ്യന്റെ പ്രപഞ്ചത്തോടുള്ളതായ പ്രതികരണങ്ങളുമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പരിസ്ഥിതി കമ്മീഷൻ അവരുടെ ആഭിമുഖ്യത്തിൽ വിവിധ പ്രോഗ്രാമുകളൊക്കെ ഇതിനോടകം തന്നെ പല പദ്ധതികളും ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് 4 വർഷമായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് പരിസ്ഥിതി കമ്മീഷൻ, എക്കോളജിക്കൽ കമ്മീഷൻ സഭയിൽ സ്ഥാപിതമായിട്ട്. അതിന്റെ കേന്ദ്ര പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇപ്പോൾ ഭദ്രാസനാധിപൻ അഭിമന്യ ക്ലീമീസ് തിരുമേനിയാണ്. ഇന്ന് മക്കാങ്ങുന്ന് ഇടവകയിൽ വെച്ച് സഭയുടെ പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ളതായ മീറ്റിംഗ് രാവിലെ നടക്കുകയുണ്ട്. ഈ വർഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിമല സെമിനാരിയിൽ വരികയും അവിടുത്തെ പ്രധാനപ്പെട്ടതായ ഒരു ഓഫീസർ ഷീറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സൗജന്യമായി വൃക്ഷത്തൈകൾ നൽകാമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം 5000-ഓളം തേക്കിൻ തൈകൾ ഇന്നലെ ഇവിടെ എത്തിച്ചു. കൂടാതെ മറ്റ് വൃക്ഷത്തൈകളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ചെയ്യാവുന്ന ചെറുതായ ഒരു കാര്യം പലരും കൂടി ചെയ്യുമ്പോൾ അത് സമൂഹത്തിന്, പ്രപഞ്ചത്തിന് തന്നെ നന്മയായിട്ട് തീരും. നമുക്കറിയാം, ഈ വർഷം ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കഴിഞ്ഞ വർഷത്തേക്കൊക്കെ കൂടുതലായിരുന്നു. കാരണം പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മാറ്റങ്ങളാണ് അതിന് കാരണം. ഇതിന് പിന്നിൽ മനുഷ്യന്റെ പ്രപഞ്ചത്തോടുള്ളതായ നിലപാടുകളാണ്. സ്വാർത്ഥ ചിന്തകളിലൂടെ പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിന് ഇവിടെ ഇങ്ങനെ നടത്തുന്നതിൽ കാര്യത്തെക്കുറിച്ച് എക്കോളജിക്കൽ കമ്മീഷൻ ആയിട്ട് ചിന്തിച്ചപ്പോൾ അഭിമന്യ തിരുമേനി സന്തോഷപൂർവ്വം പ്രോഗ്രാം നടത്തുന്ന കാര്യത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയുണ്ട്. തിരുമേനി പരിസ്ഥിതി വിഷയങ്ങളിൽ പ്രത്യേകമായി പഠനം നടത്തിയിട്ടുള്ള ആളാണ്. എക്കോളജിക്കൽ കമ്മീഷന്റെ പ്രധാന ചുമതല വഹിക്കുന്നുണ്ട്. കൽക്കട്ട ഭദ്രാസന അധിപൻ കൂടിയാണ്. ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഭിമന്യ തിരുമേനിയാണ്. തിരുമേനി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മേളനം പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. ധൃതി കൂട്ടരുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. അധ്യക്ഷ വേദി അലങ്കരിക്കുന്നത് വന്ദനായ ജോസഫ് റോബാച്ചനാണ്. റോബാച്ചനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജീവിതം കൊണ്ട് ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ റോബാച്ചന്റെ സാന്നിധ്യം സന്തോഷമാണ്. റോബാച്ചനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര സെക്രട്ടറി ആയിരിക്കുന്നതായ മിഖായേൽ അച്ഛൻ ചുമതലയേറ്റതിന് ശേഷം നമുക്കറിയാം, നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് അച്ഛനൊരു പ്രോഗ്രാം അച്ഛൻ്റെ ഒരു പ്രോഗ്രാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ കാണുന്ന മതിലിൽ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി, ക്യാഷ് മുടക്കി
കുറച്ച് പരിസ്ഥിതി സംബന്ധിച്ചുള്ളതായ ചിത്രങ്ങളെല്ലാം ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഒരു പ്രദർശനവും ആ സമയത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനെയും എല്ലാവരുടെയും പേരിൽ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഇടഭാഗമായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ഷുബു അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇവിടെ എത്തിച്ചേരുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഷുബു അവരുടെ എല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗൺസിലിൽ അംഗങ്ങളായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട തമാച്ചായൻ മോൻചായൻ ഇവരെ പ്രത്യേകമായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്തായി കുട്ടീശ്വരന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആശംസ അറിയിക്കും. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഉപേക്ഷ ചുമതലകളൊന്നും തന്നെ വഹിക്കുന്നില്ല എങ്കിലും രാഷ്ട്രീയപരമായ ഉപേക്ഷ ചുമതലകളൊന്നും വഹിക്കുന്നില്ലെങ്കിലും മുൻ കൗൺസിൽ അംഗമാണ്. സന്നിധാനയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടനവും എല്ലാത്തിനും ഉദ്ഘാടനം പ്രസംഗം നടത്തുന്നത് തിരുമേനിയാണ്. ഇപ്പോൾ തന്നെ തിരുമേനി ഉദ്ഘാടന പ്രസംഗവും കോളേജുകൾ സന്ദേശവും നൽകും. തുടർന്ന് വന്ദനായ ജോസഫ് പ്രസംഗിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിന്റെ സംബന്ധിക്കുന്ന വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഈ സമ്മേളനം ഒരളവിൽ പറഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ച പരിവ സെമിനാരി മാനേജര് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വന്യ ജോസഫ് പ്രഭാച്ചൻ, ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ, എക്കോളജിക്കൽ കമ്മീഷന്റെ ജനറൽ സെക്രട്ടറിയായി സുദീർഘമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ സക്കറിയ അച്ഛൻ, നമ്മുടെ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷിബു, അതുപോലെ നമ്മുടെ ചായന് എനിക്ക് ഒരുപാട് അടുപ്പമുള്ള പ്രിയപ്പെട്ട വ്യക്തിയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹം വന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ പരിശുദ്ധത സ്പന്ദിക്കുന്ന ഈ പുണ്യഭൂമിയിൽ വെച്ച് ഇതുപോലെയുള്ളൊരു സമ്മേളനം ചെയ്യുവാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. പരിശുദ്ധനായ പരിമള തിരുമേനി പരിശുദ്ധനായിരുന്നു, പരിസ്ഥിതിയോട് അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ സ്മരണയിൽ തന്നെ ഇങ്ങനെ ഒരു സമ്മേളനം ചെയ്യുവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമാണ്. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഏതാണ്ട് 5000 തേക്ക് തൈകൾ ഇന്ന് വിതരണം ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതി ഈ പുണ്യഭൂമിയിൽ വെച്ച് ഉദ്ഘാടനം കൂടെ ചെയ്യുകയാണ്. അതും നല്ലതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഒരുങ്ങുന്നില്ല, കാരണം എല്ലാവരും പോകാനായിട്ട് വൃത്തിയായിട്ട് നിൽക്കാമെന്ന് എനിക്കറിയാം. അധികം പ്രസംഗിക്കാൻ സമയം എടുക്കുന്നില്ല, കാരണം ഇന്ന് പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. TV അതുപോലെയുള്ള മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പരിസ്ഥിതി എന്ന് പറയും, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം യൂറോപ്യൻ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ രാജ്യങ്ങളിലായിരുന്നു ആദ്യം ഉണ്ടായത്. ഏതാണ്ട് 70-കൾക്ക് ശേഷമാണ് ഭാരതത്തിൽ ഇങ്ങനെ പാരിസ്ഥിതികമായ കാര്യങ്ങളെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കുവാനോ അല്ലെ പ്രവർത്തിക്കുവാനോ അതുമായി ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനോ തുടങ്ങിയത് തന്നെ 70-കൾക്ക് ശേഷമാണ്. 70-കൾക്ക് മുമ്പ് ഇതൊരു അക്കാഡമിക് തലത്തിൽ പഠിക്കുന്ന ഒരു വിഷയമായി എക്കോളജി എൻവയോൺമെന്റ് മാത്രമായിരുന്നു.
എന്നാൽ യൂറോപ്യൻ വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഈ പരിസ്ഥിതി ശോഷണവും പരിസ്ഥിതി ക്രൈസിസും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന അവരാണ്. പക്ഷെ അവർ തന്നെയാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായ അവബോധം ആദ്യം ഉണ്ടാക്കിയത് വെസ്റ്റേണേഴ്സാണ്. അത് സെക്യുലർ തലത്തിൽ. എന്നാൽ സഭയിൽ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ചയോ ഒക്കെ ഉണ്ടാകുന്നത് 80-കൾക്ക് ശേഷം മാത്രമാണ്, 80-85-കൾക്ക് ശേഷം മാത്രം. നിങ്ങൾക്കറിയാവുന്നതുപോലെ CSI സഭയും കത്തോലിക്ക സഭയും ഒരുപാട് ഈ മേഖലയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. മാർത്തോമാ സഭയിൽ കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയിൽ കാര്യമായ ഈ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവമായിട്ടുള്ള കാര്യം. കാരണം CSI സഭയിലെ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് അവർ വിശ്വാസത്തിന്റെ ഭാഗമാക്കി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദെയർ ക്രിസ്ത്യൻ ഫെയ്ത്ത്. ദൈവമുണ്ടാക്കിയ പ്രപഞ്ചത്തെ സംരക്ഷിക്കണം, ദൈവമുണ്ടാക്കിയ പ്രപഞ്ചത്തിന് കേടുപാടുണ്ടാകരുത് എന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ക്രിസ്തീയ ധാർമ്മികതയുടെ ഭാഗമാണ്, ക്രിസ്ത്യൻ ജസ്റ്റിസിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ CSI സഭയിലാണ്. കത്തോലിക്ക സഭയും അതിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനമേറ്റതിന് ശേഷം നിങ്ങൾക്കറിയാം, കത്തോലിക്കരുടെ പരിസ്ഥിതിയുടെ വിശുദ്ധൻ എന്ന് പറയുന്നത് സെന്റ് ഫ്രാൻസിസ് ആണ്. ആ വിശുദ്ധന്റെ നാമമാണ് അദ്ദേഹം മാർപ്പാപ്പ ആയപ്പോൾ സ്വീകരിച്ചത്. അതുകൊണ്ട് കത്തോലിക്ക സഭയും യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാക്കി അവർ പ്രഖ്യാപിച്ചു. നമ്മുടെ ഓർത്തഡോക്സ് സഭ ഇതുവരെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും ആയിട്ടില്ല. എങ്കിലും ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാലും നമ്മുടെ പിതാക്കന്മാരുടെ പേറ്റിസ്റ്റിക്സ് എന്ന് പറയും. പേറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനെ സംബന്ധിച്ച ഒരു ദൈവശാസ്ത്ര വിഭാഗമാണ് പേറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനനുസരിച്ചും നമ്മുടെ ലിറ്റർജി പഠിക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് ഇന്നും നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ദൃശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പം ഈ വർഷമാണെങ്കിൽ പരിശുദ്ധ ബാബാ തിരുമേനി കൽപ്പന അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രോഷറുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥിക്കാനുള്ളൊരു വിഷയം പ്രാർത്ഥന തന്നെ ബ്രോഷർ വഴിയായി പരിശുദ്ധ ബാബാ തിരുമേനിച്ചുകൊണ്ട് ഡെവലപ്പ് എല്ലാ പള്ളികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എക്കോളജിക്കൽ മിഷൻ കമ്മീഷൻ, എക്കോളജിക്കൽ കമ്മീഷന്റെ അച്ഛൻ പറഞ്ഞതുപോലെ അതിൻ്റെ അധ്യക്ഷന് അഭിനന്ദ കുര്യാക്കോസ് മാർ ക്ലെമീസ് ശ്രീയാണ്. ഞാൻ അതിൻ്റെ ഉപാധ്യക്ഷനാണ്, വൈസ് പ്രസിഡന്റാണ്. ഡോക്ടർ മൈക്കിൾ അച്ഛനാണ് അതിൻ്റെ സെക്രട്ടറി. അച്ഛന് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അച്ഛൻ ഈ മേഖലയിൽ പ്രത്യേകിച്ച് സസ്യശാസ്ത്ര വിഭാഗത്തിൽ ഗവേഷണം ചെയ്ത് പഠിച്ച ഒരു വ്യക്തി, പരിസ്ഥിതിയോട് ഒരുപാട് ആഭിമുഖ്യമുള്ള ഒരാളാണ്. ഉത്തരാപുരം സെന്റ് സ്റ്റീവൻസ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ അധ്യക്ഷനാണ്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരു അച്ഛനെ നമ്മുടെ ഈ കമ്മീഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുക. അച്ഛന് ചുമതലയേറ്റതിന് ശേഷം കാര്യമായ ഒരു പ്രവർത്തനങ്ങളും ഏകോപനവും നടക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് അനൽപമായി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛന് എനിക്ക് ഒരുപാട് വർഷമായി ഒരു അനുജനെ പോലെ എനിക്ക് അടുപ്പമുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛന് പരിമല സെമിനാരിയുടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ അവിടുത്തെ ചാപ്ലൈനായിരുന്നു, അവിടുത്തെ മാനേജറായിരുന്നു. ആ സമയത്ത് നമ്മുടെ കോട്ടയത്ത് വലിയ സെമിനാരിയിലെ വലിയൊരു ഈ സസ്യം എന്ന് പറയുമ്പോൾ മരുന്നുകൾക്ക് നമുക്ക് പറയാവുന്നത് ഈ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ ചെടികളുടെ വലിയൊരു കളക്ഷൻ, നാച്ചുറലായിട്ടുള്ള ഔഷധികളെല്ലാം ചേർന്ന ഒരു വലിയ തോട്ടം തന്നെ അച്ഛനുണ്ടാക്കി. വലിയൊരു നല്ല പ്രവർത്തനമാണ് അച്ഛൻ അവിടെ പഴയ സെമിനാരിയിൽ ചെയ്തത്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ഒരുപാട് ആഭിമുഖ്യമുള്ള, ഒരുപാട് താല്പര്യമുള്ള വൈദിക ശ്രേഷ്ഠനാണ് പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ. അച്ഛൻ പരിമല സെമിനാരിയുടെ മാനേജറായിട്ട് വന്നപ്പോഴേ
വളരെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം അച്ഛന് ഈ പരിമല സെമിനാരിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അച്ഛന് ചെയ്യുവാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം പരിസ്ഥിതിയെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുവാനും പരിസ്ഥിതിയെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി എടുക്കുവാനുമുള്ള ഒരു പ്രേരണ കിട്ടുന്ന ദിവസമായിട്ട് നമ്മൾ എടുക്കണം. ലോക പരിസ്ഥിതി ദിനത്തെ കുറിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, മാധ്യമങ്ങൾ വഴിയും നെറ്റ് വഴിയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. UNO 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ വെച്ചാണ് ഈ ഇങ്ങനൊരു എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി കൊണ്ടാടണം എന്ന് തീരുമാനിച്ചു. പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് പരിസ്ഥിതി ദിനം വേണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പം ഒരു ദിവസം മാത്രമല്ല പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ജൂൺ 5 മാത്രമായി പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ദിവസമാക്കി മാറ്റരുത്. ഈ വർഷം മുഴുവൻ, ഒരു വർഷം മുഴുവൻ പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുവാനും പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതവും മനോഭാവവും വളർത്തുവാനും ഇന്നത്തെ ഈ ദിവസത്തിന്റെ ആചരണം കൊണ്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് മനുഷ്യനെ ബോധവൽക്കരിക്കുവാനും മനുഷ്യനെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനുമാണ് UNO ഇങ്ങനെ ഒരു ദിവസം പ്രഖ്യാപിച്ചത്. ഓരോ വർഷവും ഓരോ പ്രത്യേക വിഷയമുണ്ട്. ഈ വർഷത്തെ വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ഈ വന്യജീവനത്തിന് എതിരായി ഒരുപാട് മാഫിയ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് ട്രേഡുണ്ട്. വനം നശിപ്പിക്കുക, വനത്തിലെ റിസോഴ്സസുകളൊക്കെ കച്ചവടം ചെയ്യുക, ട്രേഡ് ചെയ്യുക. അങ്ങനെ വനനശീകരണത്തിനെതിരെ, വന്യജീവനത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഈ വർഷത്തെ UNOയുടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗഹനതയിലേക്കും അതിൻ്റെ ടോപ്പിക്കിൻ്റെ ഗഹനതയിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എക്കോളജിക്കൽ കമ്മീഷൻ ഈ വർഷത്തെ ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ പാർക്കുന്ന ദേശം മലിനമാക്കരുത് എന്നുള്ള വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് വിഷയവും ഞാനിപ്പം പ്രസംഗിക്കുവാനൊന്നും എടുക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ കുറവുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാനുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ അക്കമിട്ടങ്ങ് പറയുകയാണ്. ഒന്ന്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി ഈ പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാവണം. പരിസ്ഥിതി ശാസ്ത്രം നിങ്ങൾക്കറിയാം, എൻവയോൺമെൻ്റൽ സയൻസ്. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്തുവാ അറിയാവുന്ന കുഞ്ഞുങ്ങൾ ആരില്ലോ നോക്കട്ടെ. വാട്ട് ഈസ് എക്കോളജി, വാട്ട് ഈസ് എൻവയോൺമെൻ്റൽ സയൻസ്? പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ, ആർക്കെങ്കിലും പറയാമോ? പാരസ്പര്യതയുടെ ശാസ്ത്രമാണ് എക്കോളജി. ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അപ്പോൾ എക്കോളജി ഈസ് ദ സയൻസ് ഓഫ് റിലേഷൻസ്, സയൻസ് ഓഫ് ഇൻട്രാ ആൻഡ് ഇന്റർ റിലേഷൻസ്. പരസ്പരമുള്ള ബന്ധങ്ങളെക്കുറിച്ച്, സൃഷ്ടിക്രമങ്ങളെന്ന് ഞാൻ പറയുമ്പം ചേതനയുള്ള സൃഷ്ടിക്രമങ്ങളുണ്ട്, ചേതനയില്ലാത്ത സൃഷ്ടിക്രമങ്ങളുണ്ട്. മണ്ണ്, വായു, ഇതെല്ലാം ചേതനയില്ലാത്ത നോൺ ലിവിങ് ക്രിയേറ്റഡ് ഓർഡേഴ്സ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നോൺ ലിവിങ്. വെള്ളം, വായു, മണ്ണ്, ഈ ഭൂമിയിലെ പല റിസോഴ്സസുകൾ, ഇതെല്ലാം നോൺ ലിവിങ് ആണ്, ചേതനയില്ലാത്ത സൃഷ്ടിക്രമങ്ങളാണ്. എന്നാൽ ചേതനയുള്ള സൃഷ്ടിക്രമമുണ്ട്, ലിവിങ്. നിങ്ങൾക്കറിയാം, സസ്യജാലകങ്ങൾ, ജന്തുജാലകങ്ങൾ, ബാക്ടീരിയ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവജാലങ്ങൾ, അങ്ങനെ ഫഞ്ചായി, ആൽഗൈ ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്രമങ്ങളാണ്. അപ്പോൾ ഈ സൃഷ്ടിക്രമങ്ങളും തമ്മിലും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ബന്ധങ്ങളുടെ കഥ പറയുന്ന ശാസ്ത്രമാണ് എന്ത് കുഞ്ഞുങ്ങളെ? എക്കോളജി. മറന്നു പോകുമോ അപ്പോൾ ഇനി? എന്തോ എക്കോളജി? എക്കോളജി ഈസ് എ സയൻസ് ഓഫ് റിലേഷൻസ്. പാരസ്പര്യതയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എക്കോളജി, അല്ലെങ്കിൽ മറ്റൊരു ഇപ്പോഴത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ എൻവയോൺമെൻ്റൽ സയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
പാരസ്പര്യതയുടെ ആദ്യ പാഠം നമ്മൾ മറന്നു എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിന് പറ്റിയ വലിയൊരു ശോഷണം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനിലേക്ക്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഞാൻ അച്ഛൻ 10 മിനിറ്റ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സമയം എടുക്കുന്നത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ നന്മയുടെ മൂല്യങ്ങൾ വെച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചത്. നന്മയുടെ മൂല്യം, സ്നേഹം, സാഹോദര്യത്വം, ദയ, വിനയം, വിധേയത്വം, പങ്കിടിയിൽ, വിശ്വസ്തത, ഇങ്ങനെ സോ മെനി ഗുഡ് വാല്യൂസ്. നന്മയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം നന്മയുടെ മൂല്യങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് പിശാച് തിന്മയുടെ മൂല്യങ്ങൾ ഇനോക്കുലേറ്റ് ചെയ്തു, കുത്തിവെച്ചു ഏദൻ തോട്ടത്തിൽ. കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് കൈ കെട്ടിയിരുന്നേ. എൻ്റെ മുഖത്തോട്ട് തിരുമേൻ്റെ മുഖത്ത് നോക്കിയിരിക്കണം കേട്ടോ. ഇരിക്കുവോ? കൈ കെട്ടിയിരുന്നേ ഒന്ന്. ഓക്കെ. അപ്പൊ തിന്മയുടെ 3 മൂല്യങ്ങൾ. ഒന്ന്, ഒടുങ്ങാത്ത ആർത്തി, ഗ്രീഡ്, എൻഡ്ലെസ് ഗ്രീഡ്, ഒടുങ്ങാത്ത ആർത്തി. എന്തോ കിട്ടിയാലും തികയത്തില്ല. അതാണ് എക്സ്പ്ലോയിറ്റേഷനായിട്ട് ഇപ്പം നമ്മൾ പ്രകടിപ്പിക്കപ്പെടുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണ വ്യവസ്ഥിതി, ഈ ഗ്രീഡ്, ആർത്തി എന്നതിൽ നിന്ന് ഉളവായ കാര്യമാണ്. രണ്ടാമത് മനുഷ്യനിലേക്ക് കടത്തിവിട്ടത് ഡോമിനിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, എന്ന് പറഞ്ഞാൽ മേൽക്കോയ്മ. എല്ലാവരുടെയും മണ്ട കയറിയിരുന്ന് എനിക്ക് ഭരിക്കണം, ഇതാണ് എല്ലാവരുടെയും ചിന്ത. അധീശത്വ കാഴ്ചപ്പാട്, എൻ്റെ മലയാളത്തിലൊക്കെ പറയാം, അധീശത്വ കാഴ്ചപ്പാട്, ഡോമിനിയൻ ആറ്റിറ്റ്യൂഡ്. ഞാനിത് ക്ലാസ് ഒന്നും എടുക്കുമല്ല, ക്ലാസ് എടുക്കാൻ പോയ സമയം പോകും, എങ്കിലും ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയാം. ആരെങ്കിലും കീഴ്പ്പെടാനോ വിധേയനപ്പെടാനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആർക്കുമില്ല. ഡോമിനിയനാണ്, അധീശത്വ. ഇത് പിശാച് കടത്തിവിട്ട രണ്ടാമത്തെ തിന്മയുടെ മൂല്യമാണ്. ഇനി മൂന്നാമത് ഇന്റേണൽ ഫിയർ എന്ന് പറയും, ആന്തരിക ഭയം. ആന്തരിക ഭയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആന്തരിക ഭയം എന്ന് 2 ഭയമുണ്ട്, ബാഹ്യഭയവും ആന്തരിക ഭയവും. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാം. പോസിറ്റീവ് ആയിട്ടുള്ള ഭയവുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഭയവുമുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഭയത്തിന് ഭയഭക്തി എന്നാണ് പറയുന്നത്. ഇപ്പം ദൈവത്തോട് എനിക്ക് ഭയമുണ്ട്, ഭയഭക്തിയുണ്ട്. ഗുരുക്കന്മാരോട് ഭയഭക്തിയുണ്ട്, പേരൻസിനോടുണ്ട്. ഇപ്പം ദൈവത്തോട് എനിക്ക് എന്തുകൊണ്ടാണ് ഭയം വരുന്നത്? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പം സ്നേഹത്തിലൂടെയുള്ള ഭയത്തിനാണ് നമ്മൾ ഭയഭക്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംതിങ് പോസിറ്റീവ്, ഇല്ലയോ? എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഭയമുണ്ട്. അതെന്തുവാ? പിശാചിനെ ഞാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? പിശാചിനെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. വെറുപ്പിൽ നിന്ന്, ഹെയ്റ്റ്രഡിൽ നിന്ന്, വെറുപ്പിൽ നിന്നുളവാകുന്ന ഒരു ഭയം, ദാറ്റ് ഈസ് സംതിങ് നെഗറ്റീവ്. ഇപ്പം പോസിറ്റീവായിട്ടുള്ള ഭയമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഭയമുണ്ട്. ഇനിയും ഈ പോസിറ്റീവായിട്ടുള്ള ഭയം തന്നെ നെഗറ്റീവ് ഭയം തന്നെ 2 വിധത്തിലുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഭയം, ഒന്ന് ബാഹ്യഭയം. ഇപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നൊരു പാമ്പിനെ കണ്ടു, പെട്ടെന്ന് പേടി തോന്നി, പക്ഷെ പാമ്പ് പോയി കഴിയുമ്പം പേടിയും പോകും. ഇതാണ് ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ബാഹ്യഭയം എന്ന് പറയും, ഇല്ലയോ? നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ ഒരാൾ പാമ്പിനെ കണ്ടപ്പോൾ ഒരു പേടി തോന്നി, പാമ്പ് പോയി കഴിഞ്ഞപ്പോൾ ആ പേടി പോയി കഴിഞ്ഞു. ഇത് ബാഹ്യഭയം, അല്ല നെഗറ്റീവ് ഭയമാണ്, പക്ഷേ അത് ട്രാൻസിയൻ്റാണ്, നിലനിൽക്കുന്ന. എന്നാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, മാറ്റണമെന്ന് ചിന്തിച്ചാൽ പോലും മാറ്റാത്തായിട്ടുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ചില നെഗറ്റീവ് ഫിയർ ഉണ്ട്. അതാണ് കുഴപ്പക്കാരൻ. അതാണ് പിശാച് നമ്മിലേക്ക് കുത്തിവെച്ച നെഗറ്റീവ് ഇൻറ്റേർണൽ ഫിയർ. ഇതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ടെററിസം, ഭീകരത്വം ഒക്കെ നടക്കുന്നത് ഇതിൻ്റെ ഇംപ്രഷനാണ്, ഇതിൻ്റെ എക്സ്പ്രഷനാണ്.
പോട്ടെ, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, അതിൻ്റെ ഗഹനതയിലേക്കോ അതിൻ്റെ ഇതിനൊന്നും അപ്പം മനുഷ്യ സൃഷ്ടിയിൽ ദൈവം തമ്പുരാൻ നന്മയുടെ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനിലേക്ക് തിന്മയുടെ മൂല്യങ്ങൾ പിശാച് കുത്തിവെച്ചു. അതാണ് കുഴപ്പമെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് എല്ലാ കുഴപ്പങ്ങളുടെയും അടിസ്ഥാനം. ദൈവവും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാനും എൻ്റെ അയൽക്കാരനും എൻ്റെ കുടുംബത്തിലുള്ളവരുമായിട്ടൊരു ബന്ധമുണ്ട്. സമസൃഷ്ടങ്ങൾ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഞാനും എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, സൃഷ്ടിക്രമങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളിലുള്ള വിള്ളലുകളാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം. ദൈവം എന്തിനാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എന്തിനാ? ഞാൻ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവം എന്തിനാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ദൈവത്തിന് വെറുതെ സ്വർഗത്തിലിരുന്നാൽ പോരായിരുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് സ്നേഹത്തിൻ്റെ ബന്ധം അതിനു വേണ്ടിയാണ്. ഒരു സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന് വേണ്ടിയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഞാൻ അതിൻ്റെ തിയോളജി ഒന്നും പോകുന്നില്ല, അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടിക്രമങ്ങളും പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഒരു താളാത്മക ബന്ധത്തിൽ കഴിയണമെന്നുള്ളത് ദൈവോദ്ദേശമാണ്. ദാറ്റ് ഈസ് ദ പ്രൈമറി ആൻഡ് ഫണ്ടമെൻ്റൽ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടിക്രമങ്ങളും കൊണ്ടും കൊടുത്തും പാരസ്പര്യതയിൽ സ്നേഹത്തിൽ പങ്കുവെച്ച് ഒരു താളാത്മക ബന്ധത്തിൽ, റിഥമിക് റിലേഷൻ, ഒരു റിഥമുണ്ട്, ഒരു താളമുണ്ട്, ജീവന്റെ താളം. അങ്ങനെ ഒരു താളാത്മക ബന്ധം നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഈ ദൈവോദ്ദേശത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് പാപം. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. മനസ്സിലായോ? അപ്പോൾ ഈ ബന്ധങ്ങളുടെ താളാത്മകത എവിടെയുണ്ടോ അവിടെ ജീവന്റെ ആഘോഷമുണ്ട്, ജീവന്റെ സമൃദ്ധിയുണ്ട്. അപ്പൊ ജീവന്റെ സമൃദ്ധി, ജീവന്റെ ആഘോഷം എവിടെയാണെന്ന് ചോദിച്ചാൽ താളാത്മക ബന്ധത്തിലാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും പിള്ളേരുമായിട്ട് അടിയാ, അവിടെ എന്തുവാ? അവിടെ ജീവന്റെ സമൃദ്ധിയുമില്ല, ജീവന്റെ വിശാലതയില്ല, സമാധാനമില്ല. സ്വയം അവരൊരു പാരസ്പരിക ബന്ധത്തിൽ, ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ കഴിയുമ്പോൾ അവിടെ സമാധാനവും ജീവന്റെ സെലിബ്രേഷൻ ഓഫ് ദ ലൈഫ് അതാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നാം ചിന്തിക്കണം. ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇന്ന് വേൾഡ് ഡേ, ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വിഷയമൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന ഈ വാക്യം, മറ്റേതൊക്കെ നിൽക്കട്ടെ, ഫോറസ്റ്റിൻ്റെ കാര്യമൊക്കെ ഞാനിപ്പോൾ സയൻസ് ആണെന്നും പറയും. പക്ഷെ ഇടയ്ക്ക് അവർ പറയും, ഇപ്പം അച്ഛൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ വർഷം എന്നാ ചൂടായിരുന്നു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, കേരളം പോലൊരു രാജ്യം ലോകത്തിൽ ഒരിടത്തുമില്ല. നമ്മൾ സാധാരണ സായിപ്പ് വിളിക്കുന്ന പേരെന്തുവാ? ഗോഡ്സ് ഓൺ കൺട്രി. വെരി ഗുഡ് മോനെ. ഗോഡ്സ് ഓൺ കൺട്രി സാത്താൻ ഓൺ കൺട്രി ആയിട്ട് മാറ്റരുത് കേട്ടോ. ഗോഡ്സ് ഓൺ കൺട്രിയാ. കാരണം ജോഗ്രാഫിക്കലായിട്ട് ഒരു വാലുപോലെ കിടക്കുക കേരളം. നിങ്ങൾ നോക്കിക്കേ, ഈ സൗത്ത് വെസ്റ്റാണ് നമ്മുടെ കേരളത്തിൻ്റെ ലൊക്കേഷൻ. സൗത്ത് വെസ്റ്റ് കോസ്റ്റാണ്. കേരളത്തിന് അധികം വീതിയൊന്നുമില്ല, നല്ല നീളമാണ്. നീളത്തിൻ്റെ കണക്കൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല നീളമാണ്, വീതി അധികമില്ല. അപ്പോൾ ഒരു വാല് പോലെ കിടക്കുക കേരളം. സദേൺ കോസ്റ്റ്, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റാണ്. നമ്മുടെ മൊത്തം കടൽ തീരമാണ്. അപ്പോൾ കടൽ തീരത്തിന് അടുത്തായതുകൊണ്ട് എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്.
ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഇത് സൗത്ത് അല്ല, വെസ്റ്റേൺ അല്ല, നോർത്തേൺ സൈഡിൽ നിങ്ങൾക്ക് ഒരു വലിയ പർവ്വതനിരയുണ്ട്. ആ പർവ്വതനിരയുടെ പേരെന്തുവാ? പശ്ചിമഘട്ടം, ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയും. പാലക്കാട് ഗ്യാപ്പ് എന്നും പറഞ്ഞൊരു ചെറിയ താഴ്വാരമുണ്ട്. അതുവഴിയാ തമിഴ്നാട്ടിൽ നിന്ന് ചൂടടിച്ച് കയറുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടമുണ്ട്. അപ്പോൾ ഒരു വശത്ത് മലകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, ചൂടും തണുപ്പും കയറാതെ സൂക്ഷിക്കുന്നു. മനസ്സിലായോ? അതിന് ഞങ്ങൾ സയൻസിൽ പറയുന്ന ഓറോഗ്രാഫിക് ഇഫക്റ്റ് എന്ന് പറയും. മലകൾ ഇങ്ങനെ തണല് തന്ന് നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് എസ് ഓറോഗ്രാഫിക് ഇഫക്റ്റ് എന്ന് പറയും. അപ്പം മലകളുടെ ഒരു ഓറോഗ്രാഫിക് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ കൂളിങ് തരാനായിട്ട് സമുദ്രതീരവുമുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന ഇതുപോലെ ജോഗ്രാഫിക്കലായിട്ട് വളരെ മോഡറേറ്റ് ക്ലൈമറ്റുള്ള ഒരൊറ്റ നാടില്ല. പക്ഷേ ഈ കേരളത്തിൽ ഈ വർഷം എത്ര ഡിഗ്രി ചൂടുണ്ടായിരുന്നു? 42, 44 വരെ വന്നു. ഈ ഇമാജിൻ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്ര? ബോഡി ടെമ്പറേച്ചർ എത്ര? 30. അയ്യോടെ ബോഡി ടെമ്പറേച്ചർ അറിയത്തില്ലേ? 37 എന്നുള്ളത് കറക്റ്റ് അല്ല, 36.7 ആണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ. 36.7. ഓക്കെ. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും എത്രയോ കോടി AC ക്ലൈമറ്റ് ഉള്ള ഈ കേരളത്തിൽ. അപ്പം കാരണം എന്തായിരിക്കും? അപ്പം നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, ദൈവം വളരെ മനോഹരമായിട്ട് കേരളത്തെ ആക്കി വെച്ചിരിക്കുക. ഒരു വശത്ത് മലനിരകളുടെ ഓറോഗ്രാഫിക് ഇഫക്റ്റ്, മറുവശത്ത് സമുദ്രതീരത്തിൻ്റെ നല്ല കൂളിംഗ് എഫക്റ്റ്. ഇത്രയുമുള്ള കേരളം എന്ത് AC ക്ലൈമറ്റാണ് ദൈവം നമുക്ക് തന്നെ. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള കുഴപ്പം കൊണ്ട് ഈ പ്രാവശ്യം എന്തോ സംഭവിച്ചു. ഇനി ഇത് കൂടാനേ തോന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാനുണ്ട്. ഒരു കാര്യം കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു ബുഷി പ്ലാന്റ്, ഇത് ഞാൻ ചുമ്മാ കഥ പറയല്ല, ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. കൈ കെട്ടിയിരുന്നേ. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. നല്ല ബുഷിയായിട്ടുള്ള നല്ല വലിയൊരു മരം ഉണ്ടെങ്കിൽ ആ മരം റിലീസ് ചെയ്യുന്നൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ കൂളിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ AC. ഒരു AC മെഷീൻ തരുന്ന അത്രത്തോളം കൂളിംഗ് ഇഫക്റ്റ് നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് തരും. ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു ചെടിയല്ല, വലിയ മരം തരും. അപ്പം വീട്ടുമുറ്റത്തും വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും ഒരു 100 വലിയ മരങ്ങളുണ്ടെങ്കിൽ മിനിമം 10-25 AC-യുടെ കൂളിംഗ് എഫക്റ്റ് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടും. ഇത് മൊത്തം വെട്ടി നശിപ്പിച്ച് പരിമല തന്നെ നോക്കിക്കേ. ഈ പരിമലയൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ, എനിക്കിപ്പോൾ 60 വയസ്സായി, പൂർത്തിയാകാൻ പോവാം. എൻ്റെയൊക്കെ കുഞ്ഞായിട്ട് ഈ പിള്ളേരുടെയൊക്കെ പ്രായത്തിൽ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളും പ്ലാവും മരവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം പരിമലയിലും പോയി. എല്ലായിടത്തും ടൈൽസ് ഇട്ട് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുക. അതൊക്കെ ഞാൻ ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാൻ പറയുക. അപ്പോൾ ഈ വൃക്ഷത്തൈകൾ നടുന്ന എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് തീർച്ചയായിട്ടും ഇതൊരു മീറ്റിംഗ് ആയിട്ട് കുറയ്ക്കരുത്. എനിക്ക് 2-3 സന്ദേശങ്ങൾ, 1-2 സന്ദേശം തന്നുകൊണ്ടിരുന്നത്. ഒന്നാമത് തിരുമേനി തന്ന സന്ദേശം എന്തായിരുന്നു? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി പ്രകൃതി സംരക്ഷണം ആയിത്തീരണം. കേട്ടോ, ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട പാപമാണ്. ഞാൻ ഈയിടെ കാറിൽ എങ്ങാണ്ട് പോയപ്പോൾ, വെളുപ്പിനെയാണ് പോയത്. അപ്പോൾ ഒരു പെണ്ണുമ്പിള്ള വീട്ടിലെ ഉള്ള ഈ വേസ്റ്റ് ഇതെല്ലാം കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കെട്ടി, ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ എനിക്ക് കാണാം വീടിൻ്റെ അടുത്ത് എത്തി നോക്കുന്ന അയലത്തെ വീട്ടിലെ ആരേലും എണ്ണീറ്റിട്ടുണ്ടോ കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഈ ചാക്ക് കെട്ടി, വേസ്റ്റിൻ്റെ ചാക്ക് കെട്ടി പൊക്കിയെടുത്ത് അവരുടെ പറമ്പിലോട്ട് ഇടുന്നു. ഞാൻ കണ്ടതാണ്.
കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപമില്ലയോ ഇത്? ഇല്ലയോ? വയലുകളെല്ലാം വെട്ടി നിരത്തി. പോട്ടെ, ജീവിക്കാൻ വേണ്ടി വയലുകൾ ഇപ്പം 5 സെൻറ്റുള്ളവനൊരു വീട് വെക്കാൻ ഗതിയില്ല വെക്കുന്നു. ഇവിടെ AC ഹോട്ടലുകൾ ഉണ്ടാക്കുവാൻ, റിസോർട്ടുകൾ ഉണ്ടാക്കുവാൻ വയലുകൾ വെട്ടി നിരത്തി. പ്രകൃതിയോട് ചെയ്യുന്ന പാപമില്ലയോ? പോട്ടെ, അതൊക്കെ ഇനി ഞാൻ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, പ്രകൃതി സംരക്ഷണം, പ്രകൃതിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക്, നമ്മുടെ സഹജീവികളോട്, സൃഷ്ടിക്രമങ്ങളോട് താതാത്മ്യപ്പെട്ട് ഒരു പ്രകൃതി സൗഹൃദമായ ജീവിതം നയിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാകണം. ഇറ്റ് ബിക്കംസ് ദ പാർട്ട് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ഫെയ്ത്തിൻ്റെ തന്നെ ഭാഗമാവണം. ഇതാണ് എനിക്ക് ഇന്ന് തരാനുള്ള ഒരു സന്ദേശം. രണ്ടാമത്തെ സന്ദേശം എക്കോളജിക്കൽ കമ്മീഷൻ പറഞ്ഞ അതിൻ്റെ അകത്തെ ബ്രോഷറിലെ സന്ദേശമാണ്. അതായത് സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യം, 32-ാം അധ്യായം 33-ാം വാക്യം, നീ പാർക്കുന്ന ദേശം മലിനമാക്കരുത്. ഇത് ദൈവകൽപ്പനയാണ്, അല്ല നമ്മളാരും പറയുന്നതല്ല. ഇത് ബൈബിളിലുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നീ പാർക്കുന്ന ദേശം മലിനമാക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ നിരാകരിച്ചിട്ട് പരുമല കബറിങ്ക വന്ന് ദൈവമേ എൻ്റെ വീട്ടിൽ കുഴപ്പമാ, അത് കുഴപ്പമാ എന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമാണ്. ആദ്യം ദൈവകൽപ്പന പാലിക്കേ. ഈയിടെ ഈയിടെ കേട്ടതുപോലെ ഞാൻ ഈ പെമ്പിള്ളാരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാം, പെമ്പിള്ളാരൊക്കെ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, സംഖ്യാപുസ്തകമല്ല, ആവർത്തന പുസ്തകം 28-ാം വാക്യം, അധ്യായം തോന്നുന്നു, 8-ാമത്തെ വാക്യം ഏതാണ്ട്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാനിത് പിള്ളേരുള്ളത് കൊണ്ട് പിള്ളേരറിയാൻ വേണ്ടി പറയുക കേട്ടോ, ഒരു മെത്രാച്ചനാന്ന് ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടി പറയുക. പുരുഷൻ അണിയുന്ന വേഷം സ്ത്രീയും സ്ത്രീയുടെ വേഷം പുരുഷനും ധരിക്കരുത്, നിന്റെ യഹോവയ്ക്ക് അറപ്പാകുന്നു. യഹോവയ്ക്ക് അറപ്പാകുന്നു എന്ന് അവിടെ വേദപുസ്തകത്തിൽ ഇന്ന് വീട്ടിൽ പോയി എടുത്ത് വായിച്ചു നോക്ക്. മോളെ, നീ ജീൻസും തള്ളിക്കയറ്റി ആമ്പിള്ളാരിടുന്ന വേഷം കിട്ടി ഈ കുർബാനയ്ക്ക് നീ ഇവിടെ വന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമോ? ദൈവത്തിൻ്റെ കൽപ്പനയെ ദൈവത്തിന് നിന്ദ്യമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പുരുഷൻ്റെ വേഷം സ്ത്രീയും സ്ത്രീയുടെ വേഷം പുരുഷനും ധരിക്കുന്നത് യഹോവയ്ക്ക് നിന്ദ്യമാണ്. അപ്പം യഹോവയ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് നീ ഇവിടെ വന്ന് കുർബാന അനുഭവിക്കാൻ വലിയ കാര്യത്തിൽ നിന്നാൽ എന്നാ പ്രയോജനമാ കൊച്ചേ? മിനിമം പള്ളി വരുമ്പോഴെങ്കിലും നിനക്ക് ഒന്ന് വരരുതോ? ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പന. അതുപോലെ ദൈവത്തിൻ്റെ മറ്റൊരു കൽപ്പനയാണ് ഞാനിപ്പം പറഞ്ഞത്. എന്താ? നീ പാർക്കുന്ന ദേശം മലിനമാക്കരുത്. നീ പാർക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ, മലിനമെന്ന് പറയുമ്പോൾ പല തലത്തിലാവാം, പല തലത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇപ്പം വിശദീകരിക്കുന്നില്ല. ഇത് നമ്മൾ പാലിക്കണം. ഇതൊക്കെ പാലിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും. പരുമല കബറിങ്ക വന്ന് വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് നല്ലതാണ്, വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അതോടൊപ്പം നീ ദൈവകൽപ്പന കൂടെ എന്തോ ചെയ്യണം, നോക്കണം. ദൈവകൽപ്പനയെ നിരാകരിച്ച് കബറിങ്ക വന്ന് നേർച്ച ഇട്ടിട്ട് പോയാൽ കിട്ടുമോ മക്കളെ ഗുണം? അതുകൊണ്ട് രണ്ടാമത് ഈ പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നീ പാർക്കുന്ന ദേശം, നീ പഠിക്കുന്ന സ്കൂള്, നിന്റെ മുറി, നിന്റെ വീട്, നിന്റെ ചുറ്റുപാട് മലിനമാക്കരുത്. Don't pollute the place where you are living, the place where you are working. അത് പല തലത്തിൽ ചിന്തിക്കാം. ഞാൻ അതിൻ്റെ തലങ്ങളിലോട്ടൊന്നും ഇപ്പം അതിനുള്ള വിശദീകരണത്തിനൊന്നും പോകുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യൂസ് ആൻഡ് ത്രോ ഒരു സംസ്കാരമുണ്ട്, അത് ഒന്ന് മാറ്റണം. യൂസ് ആൻഡ് ത്രോ സംസ്കാരം ഇന്നത്തെ വലിയൊരു കുഴപ്പമാണ്. ഉപയോഗിച്ചു അന്നേരം എടുത്ത് ദൂരെ എറിഞ്ഞു. എല്ലാ കുഴപ്പങ്ങളുടെയും കാര്യം ഈ യൂസ് ആൻഡ് ത്രോ സംസ്കാരം. നമ്മുടെ പഴയ പിതാക്കന്മാർ, അപ്പച്ചന്മാരും അമ്മച്ചിമാരും യൂസ് ആൻഡ് ത്രോ സംസ്കാരമായിരുന്നു. ഒരു സാരി ഉടുത്ത്, ഞാനൊരു ഉദാഹരണം പറയാം, ഒരു സാരി ഉടുത്ത് സാരി പഴകിയാൽ പഴയ അമ്മച്ചിമാരെന്തോ ചെയ്യും? ആ സാരി വെട്ടി തലവണ കവറാക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലാതെ അവർ ആ സാരി അന്നേരം എടുത്ത് ദൂരെ കളയല്ലേ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ? പഴയ സാരി ആണെങ്കിൽ ആ സാരിക്കും അവരൊരു ഉപയോഗം കണ്ടുപിടിക്കും, അത് തലവണ കവറാക്കും. റീസൈക്ലിംഗ് കൾച്ചർ.
ഇത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പാലിക്കണം. നാലാമത്, മിനിമൈസേഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ്. നമ്മുടെ ജീവിതത്തിൽ പരമാവധി മിനിമത്തിൽ നിൽക്കുക. വസ്ത്രമല്ല കേട്ടോ, വസ്ത്രത്തിൻ്റെ അളവിലല്ല മിനിമമാക്കാൻ പറഞ്ഞത്, നമ്പറിൽ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, പാർപ്പിടമാവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന എന്തുമാവട്ടെ, മിനിമൈസേഷൻ. കറണ്ട് ആവട്ടെ, വെള്ളമാവട്ടെ, മിനിമൈസേഷൻ ആറ്റിറ്റ്യൂഡ് ഇത് നമുക്കുണ്ടാവണം. ഞാൻ 2 വാക്കുകൂടെ അതോട് ചേർത്ത് പറയാം. ഉപയോഗം, ഉപഭോഗം. കേട്ടിട്ടുണ്ടോ 2 വാക്ക്? ഉപയോഗം, ഉപഭോഗം. ഉപയോഗം ഒന്ന് പിരിച്ചെഴുതിയാൽ എന്താ എഴുതാ? ഉപ അധികം യോഗം. യോഗം യോഗിത്വം. യോഗിത്വം എന്ന് പറഞ്ഞാൽ എന്തുവാ? സന്യാസി. അതാണല്ലോ യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നല്ലേ. അപ്പോൾ ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനാണ് എന്തോ പേര് പറയുന്നത്? ഉപയോഗം. ഉപയോഗത്തിൽ യോഗിത്വമുണ്ട്. ഉപഭോഗത്തിൽ എന്നാ ഉണ്ട്? ഭോഗിത്വമുണ്ട്. ഭോഗിത്വം, എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം ഇന്നത്തെ ലോകത്തിന് പറ്റിയ കുഴപ്പം, അത് പെണ്ണാണെങ്കിലും മണ്ണാണെങ്കിലും പണമാണെങ്കിലും പാരിസ്ഥിതികമായ റിസോഴ്സസ് ആണെങ്കിലും എവിടെയും ഉപഭോഗ കാഴ്ചപ്പാടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമുക്ക് ഇന്നൊരു നിശ്ചയമെടുക്കാം. ഉപഭോഗത്തിൻ്റെ വ്യക്താക്കളാകുവാൻ അല്ല, മറിച്ച് ഉപയോഗത്തിൻ്റെ വ്യക്താക്കളാകണം. പിന്നെ ഇനിയും എനിക്ക് കൂടുതലൊന്നും ഒരുപാട് പറയാനായിട്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒന്നിനും ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ആചരണം ഒരു പുതിയ കാഴ്ചപ്പാടും ദർശനവും നമുക്ക് തരുവാൻ പര്യാപ്തമാവട്ടെ. ഈ സമ്മേളനം ഔപചാരികമായി പരിശുദ്ധ പരല തിരുമേനിയുടെ പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 5000 തേക്ക് തൈകൾ വിതരണം ചെയ്യുന്ന ആ ഒരു വലിയ സംരംഭവും ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു എക്കോ ഫ്രണ്ട്ലി, ഒരു പാരിസ്ഥിതിക ലാളിത്യമുള്ളവരായി ജീവിപ്പാൻ ഈ ഒരു കൂട്ടായ്മ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. വൃക്ഷത്തൈയുടെ വിതരണോദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കുകയാണ്. അഭിമന്യ തിരുമേനി കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റിന് ആദ്യവും അതിൻ്റെ ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. തിരുമേനി. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിനോടും പരുമല സെമിനാരി മാനേജരച്ചനോടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദിയും കൺസേണും അറിയിക്കുന്നു. എക്കോളജിക്കൽ കമ്മീഷൻ്റെ ഇന്നത്തെ ഒരു പ്രവർത്തനമായി ഇതായിത്തീർന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത് നൽകിക്കൊണ്ട് ബലഹീനായി ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ ഈ വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശുഭവറുകൾ ഈ സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പരമലപ്പാടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദ ജോസഫ് റമ്പാച്ചൻ, യോഗം ഉദ്ഘാടനം ചെയ്ത് വൃക്ഷത്തൈ വിതരണം ചെയ്ത അഭിനന്ദ ജോസഫ് മാർ ദേവന്യാസ് മെത്രാപ്പോലിത്ത, അതുപോലെ തന്നെ പരമല സെമിനാരി മാനേജർ മുത്തായി കൊട്ടയച്ചൻ, കൗൺസിൽ അംഗങ്ങളായ മോനച്ചായൻ, തോമാച്ചായൻ, മറ്റ് വേദിയിൽ ഉപസ്ഥാപിക്കുന്ന മാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയ ഇടവക്കാരെ, ഇന്ന് ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. പാരിസ്ഥിതിക ദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് തിരുമേനി
ഒരു പാരിസ്ഥിതിക പ്രവർത്തകൻ്റെ പക്വതയോടും മികവോടും കൂടി പ്രിയ ഇടവക്കാരെ ധരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പാരിസ്ഥിതി ദിനം നമ്മൾ കൊണ്ടാടുന്നത് പരിസ്ഥിതിയെ ഓർക്കുക എന്നുള്ളത് മാത്രമല്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് പാരിസ്ഥിതിയുടെ കാരുണ്യം ലഭിക്കണമെങ്കിൽ പരിസ്ഥിതി ആവശ്യമാണ് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പാരിസ്ഥിതി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വൃക്ഷത്തൈകൾ നട്ടാണ് സാധാരണ പരിസ്ഥിതി ദിനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ആചരിക്കാറുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള സംസ്ഥാനത്തിൻ്റെ ഘടനയും കേരള സംസ്ഥാനം നീളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്നതും തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, സൗന്ദര്യമുള്ള ഒരാൾ എങ്ങനെ മുടി ചെയ്യാനും സൗന്ദര്യമുള്ള ആൾ എങ്ങനെ മേക്കപ്പ് ചെയ്താലും അദ്ദേഹം എങ്ങനെ ഇട്ടാലും സൗന്ദര്യമായിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൻ്റെ കിടപ്പ്. കേരളത്തിൽ എങ്ങനെ മരം വെച്ചാലും കേരളത്തിന് സൗന്ദര്യമാണ്. കേരളത്തിൽ എങ്ങനെ വൃക്ഷങ്ങൾ വളർന്നാലും കേരളത്തിന് സൗന്ദര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഘടന തന്നെ. അതിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി പേര് വരാൻ കാരണം അത് തന്നെയാണ്. കേരളത്തിൻ്റെ ഘടന അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ ഘടനയാകെ മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ പരിസ്ഥിതിയാകെ മലിനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുണ്ട്, ഒരു കൂട്ടം ജനവിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതിയാകെ തന്നെ മലിനമാക്കുന്ന ഒരു ജനവിഭാഗം അധിവസിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വിസ്തൃതിയിൽ നമ്മുടെ കേരളം വളരെ ചെറുതാണ്. പക്ഷേ ജനസാന്ദ്രതയിൽ നമ്മുടെ വിസ്തൃതി അനുസരിച്ച് കേരളത്തിലെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ജനസാന്ദ്രത ഉൾക്കൊള്ളാനുള്ള സംസ്ഥാനമല്ല, അതിനൊക്കെ വലിയ സംസ്ഥാനമാണ് കേരളം മാറേണ്ടതാണ്. അങ്ങനെ ജനപങ്കാളിത്തത്തിൽ വളരെ വലിയ പങ്കാളിത്തമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മാലിന്യ പ്രശ്നങ്ങളും നമ്മുടെ വിഷയങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ നമ്മുടെ കേരളം കണ്ടെത്തിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വിളപ്പിൽ ശാലയിൽ മാലിന്യം സംസ്കരിക്കാൻ പോയ സമയത്ത് ഒരു വലിയ ജനകീയ പ്രശ്നം ഉണ്ടാവുകയും മാലിന്യം സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എവിടെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു അവിടെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കണം എന്നൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചത്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ കുടുംബങ്ങളായും ജനങ്ങളായും മാറണമെന്ന് ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ നമ്മുടെ സഭയും പറഞ്ഞു തുടങ്ങി. എന്താണ് സഭ പറഞ്ഞു തുടങ്ങിയത്? നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ അകത്ത് കേരളം ഇത്രയും വളർന്ന് പന്തലിക്കാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നമ്മുടെ ക്രിസ്ത്യൻ സമുദായം ഒരു പള്ളി ഉണ്ടെങ്കിൽ ഒരു പള്ളിക്കൂടം സമയത്ത് കാണുന്ന സമ്പ്രദായം ഫോളോ ചെയ്ത് നമ്മുടെ സംസ്ഥാനം ലോകത്തിന് മാതൃകയായി അറിവിൻ്റെ ഉച്ചസ്ഥായി കേരള സംസ്ഥാനം നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം CSO സഭയും അതിന് ചുവടുപിടിച്ച് ഓർത്തഡോക്സ് സഭയും ഹരിത വലയമാണ് നമ്മൾ തീർക്കേണ്ടതെന്നും നമ്മുടെ ഓരോ ഇടഭാഗങ്ങളും ഓരോ ക്രിസ്ത്യാനികളും ഓരോ ക്രിസ്ത്യാനിറ്റി എന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും ഓരോ അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കണമെന്ന് നമ്മുടെ സഭ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പള്ളികളിലും മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ആവിഷ്കരിക്കാൻ നമ്മുടെ സഭ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ഭാഗമായ കൃഷിത്തോട്ടങ്ങളും പാരിസ്ഥിതിക സംരക്ഷണം ഉണ്ടാകണമെന്ന് സഭ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തുണ്ടാകുന്ന എല്ലാ കാതലായ മാറ്റങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മുടെ തലമുറക്കാർ ചെയ്ത പോലെ തന്നെ തലമുറക്കാരും നമ്മുടെ ഇടഭാഗങ്ങളും നമ്മുടെ ജനങ്ങളും ഈ സന്ദേശം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കണം. ഇവിടെ തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായി വെച്ച് വലിക്കുന്ന മുരിങ്ങ കഴിക്കുന്ന മുരിങ്ങ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരമാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിലുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെ സംസ്കരണമെന്ന് നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങളുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, കര മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളെ നമ്മൾ വിവിധ തരങ്ങളായി തരംതിരിച്ച് നമ്മൾ സംസ്കരിക്കുകയാണെങ്കിൽ ഒരു മാലിന്യമില്ലാത്ത സീറോ മാലിന്യമായി നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങളെ മാറ്റാൻ സാധിക്കും. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോ ഒരു പഞ്ചായത്തുകൾക്കോ ഈ മാലിന്യത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകത്തില്ല. നമുക്കറിയാം, നമ്മൾ ദൂരെ പോകേണ്ട പരുമല പാലം പോലും നമ്മൾ അടുത്ത് നോക്കി, നമ്മൾ പന്നായി പാലം നമ്മൾ അങ്ങോട്ട് എടുത്ത് നോക്കിക്കേ. ഇവിടുത്തെ മുഴുവൻ വ്യാപാരികളും മുഴുവൻ വീട്ടുകാരും കുഞ്ഞുങ്ങളുടെ സ്നഗി ഉൾപ്പെടെ കെട്ടിക്കൊണ്ടുവന്ന് റോഡ് സൈഡിൽ തള്ളുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അധിവസിക്കേണ്ട അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാനം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാട് അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഹീനകരമായ പ്രവൃത്തിയാണ് നമ്മൾ ജനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അറിവില്ലായ്മയുടെ ഭാഗമോ വിദ്യാഭ്യാസമില്ലായ്മയുടെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, എൻ്റെ വീട്ടിൽ മാലിന്യം കാണാൻ പാടില്ല, അപ്പുറത്തെ വീട്ടിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ റോഡിൽ കിടന്നോട്ടെ.
ഇതൊരിക്കലും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ കൾച്ചറിനോ ചേർന്ന സമ്പ്രദായങ്ങളല്ല. അപ്പോൾ അത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു മരം വെക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് വീഴുന്ന ഇല പെറുക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ കാണിച്ചിരിക്കണം. നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആഹാരത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെ സംസ്കരണം നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കിറ്റ് നമ്മൾ എവിടെ സംഭരിക്കണം നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെല്ലാം നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അത് യഥാസ്ഥാനത്ത് നിക്ഷേപിക്കാതെ അലോസരമായി അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന ആൾക്കാരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനമാകെ മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ മഴക്കാല പൂർവ്വ രോഗങ്ങളുടെ ഭാഗമായി ഇപ്പം 100ഓളം ഡെങ്കിപ്പനികൾ നമ്മുടെ ജില്ലയിലാകെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഡെങ്കിപ്പനി? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മരണത്തിൽ വരെ എത്തിക്കാൻ കഴിയുന്ന സാധാരണ ഒരു കൊതുകിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഈ ഡെങ്കിപ്പനി നമ്മുടെ ജില്ലയിലാകെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയ്ക്കകത്ത് കൊടുമൺ, റാന്നി, പെരുന്നാട് പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഡെങ്കിപ്പനിയുടെ ബഹളമാണ്, കൊതുകുകളുടെ ബഹളമാണ്. നമ്മൾ അലക്ഷ്യമായി നമ്മുടെ പറമ്പിൽ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കിറ്റിൻ്റെ അകത്ത് ഒരു സ്പൂൺ വെള്ളം കിടന്നാൽ മതി നമുക്ക് കൊതുക് മുട്ടയിട്ട് ലക്ഷങ്ങൾ കൊതുകുണ്ടായി മാറാൻ. 1,00,000 കൊതുകുണ്ടാകുമ്പോൾ അതിനകത്ത് 10 കൊതുകുകളെ ഡെങ്കിയുടെ സാധ്യതയുള്ള കൊതുകുകളായി ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചെടിക്കകത്ത് ചട്ടിക്കിടക്കുന്ന വെള്ളങ്ങളും പൊട്ടിയ ചട്ടിയിലെ വെള്ളങ്ങളും ടയറിലെ വെള്ളങ്ങളൊക്കെ നമ്മൾ കമത്തി കളയാനും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുകയും നമ്മൾ ജൈവ മാലിന്യങ്ങൾ നമ്മൾ കമ്പോസ്റ്റായി മാറ്റുകയും, കമ്പോസ്റ്റാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ 6 ഇഞ്ച് വീതിയുള്ള പൈപ്പ് മേടിച്ച് 3 പൈപ്പ് വീട്ടിൽ അടുക്കള ഭാഗത്ത് കുഴിച്ചിടുകയാണെങ്കിൽ നമ്മുടെ മീനിൻ്റെ മുള്ളുൾപ്പെടെ വലിയ എല്ലല്ലാതെ ചെറിയ എല്ലുകളും മീൻ്റെ മുള്ളുകളും നമ്മുടെ ചോറുകളും മുരിങ്ങക്കാട് വേസ്റ്റ് ഉൾപ്പെടെ നമ്മൾ ആ പൈപ്പിലിട്ടാൽ 3 മാസക്കാലം ജൈവ കമ്പോസ്റ്റായി മാറും. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വില ജൈവവളത്തിനും ജൈവ കമ്പോസ്റ്റിനും ഏറ്റവും കൂടുതൽ വില. രാസവളങ്ങളൊക്കെ കൂടുതൽ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുന്ന നമ്മൾ രാസവളങ്ങൾ നമ്മളെ ഭൂമിയിലേക്ക് കൂടുതൽ ഇടുന്തോറും നമ്മുടെ ഭൂമിയിലെ ജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, പ്രകൃതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, പ്രകൃതിയാകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വേസ്റ്റ് തന്നെ നമ്മൾ ജൈവവളങ്ങളാക്കി മാറ്റി നമ്മുടെ സീറോ മാലിന്യം മാറുകയും അതോടൊപ്പം തന്നെ ഈ വളം ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ പച്ചക്കറി നടുകയോ നമ്മളൊരു തെങ്ങിൻ തൈ നടുകയോ ഇപ്പം ഈ വിതരണം ചെയ്ത തേക്ക് തൈ നടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഒരു തരത്തിലുള്ള മാലിന്യം ഇല്ലാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. അതിന് നമുക്ക് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഗവൺമെൻറ് അനുവാദം ആവശ്യമില്ല. നമ്മുടെ തിരുമേനി സൂചിപ്പിക്കേണ്ടായി നമ്മൾ പാർക്കുന്ന ദേശം മലിനമാക്കപ്പെടരുത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുളിക്കാറുണ്ട്, നമ്മളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളാരും പരിസ്ഥിതിയെ കുളിപ്പിക്കാൻ തയ്യാറാകുന്നില്ല, പരിസ്ഥിതിയെ വൃത്തിയാക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കും, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൽ മാത്രം ശേഖരിക്കുക, ജൈവ മാലിന്യങ്ങൾ നമ്മൾ കമ്പോസ്റ്റിനായി മാത്രം ഉപയോഗിക്കുക, കരമാലിന്യങ്ങൾ നമുക്ക് കത്തിച്ച് കളയാൻ ഉപയോഗിക്കുക. ഇത്തരത്തിലേക്ക് നമ്മൾ വേസ്റ്റുകൾ തരംതിരിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് സീറോ മാലിന്യ പഞ്ചായത്തെങ്കിലും ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഓരോ പഞ്ചായത്തുകളും ഓരോ മനുഷ്യനും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പരിസ്ഥിതി ദിനം ഏറ്റവും മഹത്തായ ഒരു വാക്കായി മാറും. സാധാരണ തിരുമേനി സൂചിപ്പിച്ച പോലെ ആചാരമോ പ്രസംഗമോ യോഗമായി പിരിയാതെ തന്നെ നമ്മൾ ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കണം, എൻ്റെ വീടും പരിസരവും ഞാൻ വൃത്തിയാക്കും, എൻ്റെ മാലിന്യങ്ങൾ ഞാൻ മറ്റു സ്ഥലം നിക്ഷേപിക്കത്തില്ല, എൻ്റെ മാലിന്യങ്ങൾ ഞാൻ അടുത്ത പറമ്പിലെ റോഡിൽ നിക്ഷേപിക്കുന്ന പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയത്ത് വീടുകൾ നമ്മളെ കണ്ടു മനസ്സിലാക്കും. നമ്മൾ വീടുകളിൽ പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ മക്കളോട് പറയുകയാണ് നമ്മുടെ മാലിന്യം ഇങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് കാണിച്ചു കൊടുത്താൽ വരും തലമുറയ്ക്ക് ഒരു സന്തോഷമായി മാറും. നമ്മുടെ ജൈവ മാലിന്യം എങ്ങനെ സംസ്കരിക്കണം, പ്ലാസ്റ്റിക് എങ്ങനെ ശേഖരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത് കണ്ട് നമ്മുടെ മക്കൾ പഠിച്ച് ഇനി 2 തലമുറ കഴിയുമ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ മാലിന്യ അലക്ഷ്യം വലിച്ചെറിയാതെ ഒരു ജൈവ മാലിന്യ സംസ്കാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഭയുടെ എക്കോളജിക്കൽ കമ്മീഷന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ അച്ഛനെ ആശംസകൾ അറിയിക്കുവാനായിട്ട് ക്ഷണിക്കും. അഭിമന്യ തിരുമേനി, വന്യ റംബാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, ബഹുമാനപ്പെട്ട കുറിയാക്കോസച്ചന് പരുമലയിലേക്ക് വന്നപ്പോൾ പരുമലയുടെ പരിമളം മറ്റുള്ളവരിലേക്ക് പോകുന്ന രൂപമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വൃക്ഷ തൈകൾ മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പരിമലയുടേതായ ഒരു മണം മറ്റുള്ളവരിലേക്ക് പടർന്നു പന്തലിക്കുന്നു. ഇത് വളരെയേറെ ശ്ലാഘനീയവും അച്ഛൻ്റെ ഈ ഒരു ശ്രമം കൂടുതലായിട്ട് വളർന്നു വരികയും അങ്ങനെ ഈ പരിമല സഭയുടെ തന്നെ അറിയപ്പെട്ട ഒരു പരിസ്ഥിതി സങ്കേതമായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം
ഞായറാഴ്ച ദിവസം വന്നത് വളരെ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. ഈ പ്രാവശ്യത്തെ ലോക പരിസ്ഥിതി ദിനം വിഷയമായിട്ട് എടുത്തിട്ടുള്ള വന്യജീവന വാണിജ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ളതാണ്. ഇത് ഐക്യരാഷ്ട്രസഭ നേതൃത്വം നൽകുന്ന ഒരു ദിനമായതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടുള്ളത്. പ്രത്യേകാല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അതിദാരുണമായിട്ടുള്ള ജീവികളെ കൊന്നൊടുക്കി അവയെ വാണിജ്യവൽക്കരിക്കുന്ന ആ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത്. ഇത് ഇന്ത്യയിലും പ്രസക്തമാണ്. കാരണം ഇന്ത്യയിലെ വനങ്ങളിൽ അതിദാരുണമായിട്ടുള്ള മൃഗവേട്ടകളൊക്കെ ഇന്നും നിലനിൽക്കുന്നു. കേരളത്തിലും അത് വളരെ കൂടുതലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമുക്ക് ആവശ്യമാണ്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടിന് ചുറ്റുപാടും ചെറിയ കിളികളും കാക്കകളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അന്ന് കാക്ക നമുക്കൊരു പക്ഷേ ശല്യമായിരുന്നായിരിക്കാം. ഇന്ന് കാക്കകളുമില്ല, കിളികളുമില്ല. 2 ദിവസം മുമ്പ് ഞാൻ ഒരാളോട് പറയുകയുണ്ടായി, നമ്മുടെ പരിസരത്തൊക്കെ ഇപ്പം ഒത്തിരി പുല്ല് കിളിക്കുന്നു, ഈ മഴയൊക്കെ വന്നപ്പോൾ പുല്ല് കിളിർക്കുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായി. അതിനിയും 10 വർഷം കഴിയുമ്പോൾ അതും ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും അന്ന് നമ്മൾ ചോദിക്കും, 10 വർഷം മുമ്പ് ഇവിടെ എല്ലാം ഒത്തിരി ചെടികളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണാനേ ഇല്ലെന്ന് പറയും. അത്രമാത്രം ദാരുണമാണ് നമ്മുടെ പരിസ്ഥിതിയുടെ അവസ്ഥ. പരിസ്ഥിതിയുടെ ആഗോളതലത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് 1 ഡിഗ്രി വർദ്ധിക്കുമ്പോൾ എത്രയോ ജീവജാലങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിൽ സസ്യങ്ങളും ജീവികളും ഒക്കെ നമ്മുടേതായ ദുഷ്പ്രവണത മൂലമായിട്ട് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിദാരുണമായ അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു അതിദാരുണമായ അവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടം വളരെ ശക്തമായ അവസ്ഥയിലാണ് വേണ്ടത്. നമ്മുടെയൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്നത് പോലെ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ തന്നെയാണ് ഇതിനെ പോരാട്ടം ആവശ്യമായിട്ടുള്ളത്. ഇത് ദാരുണമായിട്ടുള്ളൊരു വിഷയം പറയട്ടെ. ഇക്കോളജിക്കൽ കമ്മീഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പള്ളികളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ പോകുമ്പോൾ അവർ ചോദിക്കുന്ന എന്തായി പരിസ്ഥിതി കൊണ്ട് നിങ്ങൾ ഉടനെ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണോ, നിങ്ങൾ എന്തോ ചെയ്യുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉടനെ അങ്ങ് പരിസ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും അങ്ങനെ പറയുകയില്ല. അവർക്കറിയാം അല്പമായിട്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. ഒരു വ്യക്തിയോട് നിങ്ങൾ പോയിട്ട് വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞു നോക്കുക, കുഞ്ഞെ ഈ പറയപ്പെടുന്ന രീതിയിൽ അവിടെ പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് ഒരു മൂല്യബോധം ഉണ്ടാകുന്നത്. അതുമൂലം പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ അവൻ പര്യാപ്തമായിത്തീരുന്നു. അവൻ്റെ ജീവിതം പ്രകൃതിക്കും സമൂഹത്തിനും ഉതകുന്ന ഒരു ജീവിതമായിത്തീരും. വളരെ സമയക്കുറവ് ആവശ്യമായ ഈ വേദിയിൽ നിന്നും എല്ലാവർക്കും ഈ പരിസ്ഥിതിയുടെ ദിനത്തിൽ പുറകോട്ടുള്ളൊരു ചിന്തയും നമുക്ക് പ്രകൃതിക്ക് അനുകൂലമായ ഒരു ജീവിത ശൈലിയും വാർത്തെടുക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമ്മേളനം അവസാനിക്കുകയാണ്. നന്ദി പറയുവാനായിട്ട് ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടി അച്ഛനെ ക്ഷണിക്കുന്നു. നാം എല്ലാവരും വലിയ പ്രതീക്ഷയോടെയും വലിയ ആഗ്രഹത്തോടെയും ഈ ചാപ്പലിൽ കൂടിയിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പരിസ്ഥിതി മലിനീകരണത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരിഹാര നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ എടുക്കുകയും പാലിക്കുകയും ചെയ്യുവാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് നാം നിൽക്കുന്നത്. ഇപ്പോൾ സമയം 4:30 എടുക്കുന്നു. ഈ സമയത്ത് തന്നെ നമുക്കെല്ലാവർക്കും ഉഷ്ണമാണ്. ഈ സാധാരണ പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ സമയത്ത് അധികം ചൂട് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇത് മൺസൂൺ കാലമാണ്. എങ്കിലും നമ്മെല്ലാവരും വളരെ അസ്വസ്ഥരാണ്. ഈ വിട്ടിറങ്ങിയാൽ തന്നെയും നമുക്ക് അസ്വസ്ഥതയാണ്. ശാന്തി തേടി വരുന്ന ആളുകളുടെ ഇടയിൽ അസ്വസ്ഥത പടരുന്ന രീതിയിലേക്ക് പ്രകൃതി മലിനീകരിക്കപ്പെടുകയും പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനുള്ള പരിഹാര നിർദ്ദേശം എന്ന നിലയിൽ ഈ ദിവസം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഞാൻ വലിയ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ പ്രവർത്തകനോ അങ്ങനെ ഗവേഷകനോ ഒന്നുമല്ല, എങ്കിലും ഒരു മാസം ഒരു വൃക്ഷത്തൈ നമ്മുടെ വീടിൻ്റെ പരിസരത്തും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരാകണം.
ഒരു മാസത്തിലൊരിക്കൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു വൃക്ഷം ധാരാളം മുറിക്കുന്നുണ്ട്. അതോട് ചേർന്ന് ഒരു വൃക്ഷത്തൈ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെങ്കിലും നമുക്ക് ശാന്തമായിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. തണൽ മരങ്ങളുടെ ചുറ്റും ഇരുന്നാണ് പണ്ട് പഠിപ്പിക്കുകയും ഗുരുക്കന്മാർ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ വീടുകളിൽ ഇന്ന് മരങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ല. മാലിന്യങ്ങൾ നന്നായി സംരക്ഷിക്കുവാനും അത് സംസ്കരിക്കുവാനുമുള്ള ചുറ്റുപാടുകളില്ല. ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും മാതൃകാപരമായ ഒരു കാര്യമുണ്ട്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്, 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന മലിനീകരണ പ്രക്രിയയിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. എങ്കിൽ ഇന്ന് ഇന്ത്യ ചൈനയെ കവച്ചു വെച്ച് മലിനീകരണ സംസ്കാരത്തിൽ 1ാമതെത്തിയതായിട്ട് ഒരു മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന ഒരു GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് തന്നെ ചിന്തിച്ച് ഈ മലിനീകരണ സംസ്കാരത്തെ ഒരു നവീകരണ സംസ്കാരം, ഒരു ശുചീകരണ സംസ്കാരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അത് എപ്രകാരമാണെന്നുള്ള പരിഹാര നിർദ്ദേശങ്ങളൊക്കെ സഭ നിർദ്ദേശിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മളും അതിൻ്റെ ഭാഗങ്ങളാകുകയാണ്. ഈ പ്രവർത്തന സരണിയിൽ നമ്മുടെ സംഭാവനകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനും അത് ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രകൃതിയോടിണങ്ങി ജീവിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന് നടത്തിയ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. സഭയുടെ പരിസ്ഥിതി വിഭാഗം മേധാവിയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. തിരുമേനിലുള്ള എല്ലാ ഭക്തി ആദരവുകളും നന്ദിയും ഈ സമയത്ത് തൃപ്പാദങ്ങളിൽ പരിമല സെമിനാരിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി, ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നത് വന്യനായ മൈക്കിൾ അച്ഛനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷിബ് അവരുകളുമാണ്. ഇവർ രണ്ടുപേരോടുള്ള നന്ദിയും സ്നേഹവും അവരുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി എപ്പോഴും നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും അവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട MC കുര്യാക്കോസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരിമല സെമിനാരിയിൽ കടന്നു വന്ന ഒരു പുതിയ മുഖം, പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി പഠനങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഒരു പുതിയ മുഖം നൽകി എല്ലാവരെയും ഇവിടെ സംഘടിപ്പിക്കുവാനും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുവാനും ഒക്കെ അച്ഛൻ വളരെ സന്മനസ് കാണിച്ചു. അച്ഛനോടുള്ള നന്ദി നിസ്സീമമാണ്. അച്ഛൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അച്ഛനോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരുമാണ് ജനങ്ങളായ ഇടവകക്കാരായ ആളുകൾ, സമീപ ഇടവകളിൽ നിന്നുള്ള ആളുകൾ, മറ്റ് വിഭാഗത്തിലുള്ള എല്ലാ ആളുകളെയും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെയും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പരിമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് റമ്പാച്ചൻ സാന്നിധ്യം കൊണ്ട് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോടുമുള്ള നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വൃക്ഷത്തൈ വിതരണം ഉണ്ട്. അതിൻ്റെ ക്രമം അനുസരിച്ച് അച്ഛൻ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യും. അത് വാങ്ങി എല്ലാവരും ഭവനങ്ങളിലേക്ക് പോകണം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനും പ്രകൃതി സന്തുലിതമായ ഒരു ജീവിത സംസ്കാരം വളർത്തിയെടുക്കുവാനും നമുക്കിടയാകുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴ് ആശീർവാദം നടത്തും. പ്രകൃതിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാം. പ്രപഞ്ചത്തെയും അതിലുള്ള സകല സൃഷ്ടികൾ ക്രമങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമേ, അവിടുത്തെ കരുണയ്ക്കായും സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിനക്ക് വേണ്ടി പ്രപഞ്ചത്തെ മുഴുവൻ കരുതുവാനും സ്നേഹിക്കുവാനും മനുഷ്യനെ നീ ചുമതലപ്പെടുത്തിയല്ലോ. എന്നാൽ അവൻ ഈ നിയോഗത്തിൽ നിന്ന് സ്വാർത്ഥത മൂലമകന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് സമൃദ്ധിയായ ജീവൻ നിലനിർത്തേണ്ട പ്രപഞ്ചം ഇന്ന് വിഷലിപ്തമായിരിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, പ്രപഞ്ചം അവിടുത്തെ കരവിരുതും സൃഷ്ടാവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന
കിന്നരവുമാകുന്നു എന്ന തിരിച്ചറിവ് ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. മനോഹരമായി പ്രപഞ്ചവും സർവ്വ സൃഷ്ടികളും തമ്മിലുള്ള താളാത്മകമായ സഹവാസം അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ആ അവസ്ഥയിലേക്ക് പ്രകൃതിയെയും സർവ്വചരാചരങ്ങളെയും ഉയർത്തുവാനുള്ള ഒരു ജീവിത ദർശനം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. പ്രകൃതിയെ മുഴുവനായും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്ന് ആഗോളതലത്തിൽ പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ പരിസ്ഥിതി സൗഹൃദപരമായ കാഴ്ചപ്പാടും ലളിത ജീവിത ശൈലിയും ഏവരിലും അവിടുന്ന് നൽകണമേ. ധൂർത്തും ആർഭാടവും പ്രകൃതി വിനാശകരമായ പ്രവർത്തനങ്ങളും വെടിഞ്ഞ് അങ്ങേക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പമായോ അധികമായോ ഈ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സഭയെയും അവിടുന്ന് ശാക്തീകരിച്ച് വഴി നടത്തണമേ. ഇടവക ഭദ്രാസന സഭാതലങ്ങളിൽ സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തണമേ. സാലത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന അങ്ങേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള നിന്റെ കുടീരപനവാനങ്ങളായ ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും നിന്റെ ദൈവത്വത്തിൻ്റെ ചിറകളിൽ ഞങ്ങളെ മറയ്ക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം ഏവരുടെ മേലും നമ്മുടെ ജീവിതത്തിന്മേലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും നമ്മുടെ കുടുംബങ്ങൾ മേലും നമ്മുടെ ദേശത്തിൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.